ിലെ പുതിയ വിജ്ഞാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഗവേഷണങ്ങൾ നടത്തുന്നതിനായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ് സ്ഥാപിക്കും. ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളായിട്ട് 2 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, വിള ആരോഗ്യ പരിപാലന പരിപാടിക്ക് 13 കോടി രൂപ വിലയിരുത്തുന്നു. ഫാം യന്ത്രവൽക്കരണത്തിന് 16.95 കോടി രൂപ വകയിരുത്തുന്നു. കുട്ടനാട്ടിലെ പരമ്പരാഗത പെട്ടിയും പറയും സമ്പ്രദായത്തിന് പകരം വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പും മോട്ടോറും തറയും സ്ഥാപിക്കുന്നതിന് 36 കോടി രൂപ വകയിരുത്തുന്നു. കൃഷി ഉന്നതി യോജനയ്ക്ക് 77 കോടി രൂപയും വിളവെടുപ്പിന് ശേഷമുള്ള മൂല്യവർദ്ധന പരിപാടിക്കായിട്ട് 8 കോടി രൂപയും വകയിരുത്തുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യക്ഷമമായ വിപണനം ഉറപ്പുവരുത്തുന്ന പദ്ധതിക്ക് 43.9 കോടി രൂപ വകയിരുത്തുന്നു. ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി 42 കോടി രൂപ ഉൾപ്പെടെ കാർഷിക സർവകലാശാലയ്ക്ക് 75 കോടി രൂപ വകയിരുത്തുന്നു. സർ, മണ്ണ് ജലസംരക്ഷണ മേഖലയുടെ പ്രവർത്തനങ്ങൾക്കായി 83.99 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ ഈ സാമ്പത്തിക വർഷത്തിൽ 277.14 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 82.5 കോടി രൂപയും കേരള വെറ്റിനറി ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 57 കോടി രൂപയും വകയിരുത്തുന്നു. മൃഗചികിത്സാ സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ 32.18 കോടി രൂപയും പ്രത്യേക കന്നുകാലി പരിപാലന പരിപാടിക്കായി 42.5 കോടി രൂപയും വകയിരുത്തുന്നു. കേരള ഫീഡ്സിനുള്ള സഹായമായി 16.2 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണം സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന പദ്ധതിക്ക് 17 കോടി രൂപ വകയിരുത്തുന്നു. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്സിന് 17.14 കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാളും 3.64 കോടി രൂപ അധികരിച്ച് വകയിരുത്തുന്നു. ക്ഷീരവികസനം, സർ, ഈ വർഷത്തിൽ സാമ്പത്തിക വർഷത്തിൽ 109.25 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ റൂറൽ ഡയറി എക്സ്റ്റൻഷൻ ആൻഡ് ഫാം അഡ്വൈസറി സർവീസ് എന്ന പദ്ധതിക്ക് 11.4 കോടിയും ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് 22.55 കോടിയും വകയിരുത്തുന്നു. മത്സ്യബന്ധനം, സർ, തീരദേശവാസികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പഠിക്കാനും പരിഹാര നടപടികൾ സ്വീകരിക്കാനുമായി സംസ്ഥാനത്തെ തീരദേശ മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച തീരസദസ്സിലൂടെ ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിശോധിച്ച് സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകി വരുന്നുണ്ട്. മത്സ്യബന്ധന മേഖലയ്ക്ക് ആകെ 227.12 കോടി രൂപ വകയിരുത്തുന്നു. പെട്രോളിങ്ങിനായിട്ടുള്ള ബോട്ടുകൾ എടുക്കുന്നതുൾപ്പെടെ മത്സ്യവിഭവങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുക എന്ന പദ്ധതിക്കായിട്ട് 9 കോടി രൂപ നീക്കിവെക്കുന്നു. പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളിക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് സേവിംഗ് കം റിലീഫ് സ്കീം. ഈ സ്കീമിൽ കേന്ദ്ര സർക്കാർ ആനുപാതിക വിഹിതം നൽകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം അതുകൂടി നൽകേണ്ട അവസ്ഥയാണ് സർ. ഈ സ്കീമിൻ്റെ സംസ്ഥാന വിഹിതമായി 22 കോടി രൂപ മാറ്റിവെക്കുന്നു. ഉൾനാടൻ മത്സ്യബന്ധന മേഖലയ്ക്ക് 7 പദ്ധതികളായി 80.91 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 67.5 കോടി രൂപ അക്വാകൾച്ചർ വികസനം എന്ന പദ്ധതിക്കാണ്. മത്സ്യഫാമുകൾ, നഴ്സറികൾ, ഹാച്ചറികൾ എന്ന പദ്ധതിക്ക് 18 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, അരൂർ ചന്ദ്രൂര് അവിടുത്തെ മത്സ്യ വ്യവസായ മേഖലയുടെ സുഗമമായ പ്രവർത്തനത്തിന് പൊതു മലിനജല സംസ്കരണശാല സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. കോമൺ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസനത്തിനായി 2024-25 136.98 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ മാനവശേഷി